ആദ്യം തന്നെ വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ ചരക്ക് കപ്പലിന് നേരെ ഇറാന്റെ ആക്രമണം. കപ്പലിലുണ്ടായിരുന്ന 11 ഇന്ത്യക്കാരിൽ ഇതുവരെ 10 പേരെ രക്ഷപ്പെടുത്തി. ഒരു ഇന്ത്യൻ പൗരനെ കാണാതായെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. വിവരങ്ങളുമായി ഷിൻസ് സെബാസ്റ്റ്യൻ ചേരുന്നുണ്ട്. ഷിൻസ്, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആശങ്കാജനകമായ ഒരു സാഹചര്യം അത് ഹോർമൂസിൽ ഉടലെടുത്തിരിക്കുന്നുവെന്നാണോ മനസ്സിലാക്കേണ്ടത്? വാണിജ്യ ചരക്ക് കപ്പലിന് നേരെയാണ് ഇറാന്റെ ആക്രമണം. 11 ഇന്ത്യക്കാരിൽ 10 പേരെ രക്ഷപ്പെടുത്തി. എന്താണ് മറ്റു വിശദാംശം? അശ്വതി, ഇറാൻ ഇപ്പോൾ ആക്രമണം ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയും കപ്പലുകൾക്ക് നേരെയും ആക്രമണം അഴിച്ചുവിടുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. GSS ഗാലക്സി എന്ന വാണിജ്യ കപ്പലാണ് ഒമാൻ തീരത്ത് ആക്രമിക്കപ്പെട്ടത്. ആക്രമിക്കപ്പെട്ട കപ്പലിലെ 10 ഭാരതീയരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഒരാളെ കണ്ടെത്താനായിട്ടില്ല. ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഒമാൻ അധികൃതർ നടത്തി വരികയാണ്. ഏതായാലും കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇപ്പോൾ ഭാരതം ശക്തമായി അപലപിച്ചിട്ടുണ്ട്. ആക്രമണത്തിൽ ഭാരതം ആശങ്ക രേഖപ്പെടുത്തി. വിദേശകാര്യ മന്ത്രാലയമാണ് ആശങ്ക രേഖപ്പെടുത്തിയത്. അന്താരാഷ്ട്ര സമുദ്ര ഗതാഗതത്തിൽ സുരക്ഷ ഉറപ്പാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് ഭാരതം വ്യക്തമാക്കിയിട്ടുണ്ട്. സംഭവം ഭാരതം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും മേഖലയിൽ സമാധാന സുരക്ഷ നിലനിർത്തുന്നതിനുള്ള എല്ലാ ശ്രമങ്ങൾക്കും ഭാരതം പിന്തുണ നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇറാന്റെ ഭാഗത്ത് നിന്ന് വാണിജ്യ കപ്പലുകളെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ്. അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളെയും ലക്ഷ്യമിട്ട് ഇറാൻ പുലർച്ചെ ആക്രമണം നടത്തിയിരുന്നു. കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ, ഒമാൻ എന്നീ രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം. ഖത്തറിന് നേരെയുള്ള ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഖത്തർ പ്രതിരോധ മന്ത്രാലയം പ്രതിരോധ തകർത്ത മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വീണാണ് ഒരു കുട്ടി അടക്കം 3 പേർക്ക് പരിക്ക് പറ്റിയത്. ഇതോടൊപ്പം തന്നെ UAE ലക്ഷ്യം വെച്ച് ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായിരുന്നു. എന്നാൽ ഇത് രാജ്യാതിർത്തിക്ക് പുറത്താണ് ആക്രമണം ഉണ്ടായെന്നാണ് UAE അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും അതോടൊപ്പം തന്നെ ഒമാന്റെ മുത്തല്ലി ഗവർണറേറ്റിലും ഇറാന്റെ ആക്രമണം ഉണ്ടായി. അതുപോലെ ബഹ്റിനിലും ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഏതായാലും ജനവാസ മേഖലകളെയും കപ്പലുകളെയും എല്ലാം ലക്ഷ്യം വെച്ച് ഇറാൻ ആക്രമണം നടത്തിയിരിക്കുകയാണ്. അശ്വതി, ഷിൻസ്, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും ആശങ്കാജനകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഹോർമൂസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധി ഷിൻസ് സെബാസ്റ്റ്യൻ.